എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിരുന്നേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാമത് വാക്യം. തൻ്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന പദമാണ് ഈ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ സ്വയം വിശുദ്ധരെന്ന് പറയുന്ന അനവധി ആളുകളെ കാണുവാൻ കഴിയും. അവരെല്ലാവരും വിശുദ്ധരായിരിക്കുന്നില്ല എന്നും വിശുദ്ധരെന്ന് പറയുന്നതായ പലരെയും ദൈവം വിശ്വസിച്ചിട്ടില്ല എന്നും ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 23, 24, 25 വചനങ്ങൾ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടപ്പോൾ യഥാർത്ഥമായി യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനസ്സിലാകുകയും ആ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്ന അനവധി ആളുകളുണ്ട്. എന്നാൽ യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല എന്നോർപ്പിക്കുകയാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന് മറ്റാരുടെയും സാക്ഷ്യം ആവശ്യമില്ലാത്തതുകൊണ്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളും നിരൂപണങ്ങളും തിരിച്ചറിയുന്നവനുമാകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തിനു വേണ്ടിയുള്ള വിശ്വാസമാണ് എന്നറിയാവുന്ന ദൈവം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുക്രിസ്തു നിത്യജീവൻ നൽകുന്നു എന്ന ചിന്തയിലുള്ള വിശ്വാസമല്ല. നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും ശ്രേഷ്ഠതകളും പദവികളുമൊക്കെ നേടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമുള്ളവരെ ആ തലത്തിൽ മനസ്സിലാക്കുവാൻ പ്രാപ്തനായ ഒരു ദൈവത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യേശുക്രിസ്തു തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. യേശുവിനെ അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ യേശു അവരെ വിശ്വസിച്ചില്ല എന്ന് ചുരുക്കം. ഇതാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത. ഇവിടെ ഇയ്യോബിനെ സംബന്ധിച്ചും പറയുന്ന പദം വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ല എന്ന് നീ അറിയണം എന്ന് പറയുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയെക്കുറിച്ചും ഇയ്യോബിനെ ദൈവത്തിന് എങ്ങനെ അറിയാം എന്നതിനെക്കുറിച്ചും ബോധ്യതയില്ലാത്ത പദങ്ങൾ കേട്ടിട്ട് നിരാശപ്പെടേണ്ട ആവശ്യകത ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഇയ്യോബ് മനുഷ്യൻ്റെ വാക്കുകളിലും മനുഷ്യൻ്റെ സങ്കല്പങ്ങളിലും കുടുങ്ങിപ്പോകുകയല്ല, എന്നെ അറിയാവുന്നൊരു ദൈവം എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ വാക്കുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യത കൽപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ വിശ്വാസത്തിന് വേണ്ടി നിന്നതുപോലെ
മനുഷ്യൻ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്ത് പറയുവാനുണ്ടെന്ന് കേൾക്കുന്നവരും അതിനായി കാത്തിരിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുമ്പോൾ പരമാർത്ഥതയോടുകൂടിയുള്ളൊരു വിശ്വാസമാകുന്നെങ്കിൽ അങ്ങ് ഞങ്ങളെയും വിശ്വസിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് യോബ് ദൈവത്തിൽ വിശ്വാസമുറപ്പിച്ച് കാത്തിരിക്കുകയും അവന് വിശ്വസിച്ചത് നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്തതുപോലെ ഞങ്ങൾക്കും വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽപ്പാൻ, ആ തലത്തിൽ ദൈവിക നന്മകൾ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.